നമസ്കാരം, ഞാൻ സോണി അഭിലാഷ്. ഭക്ഷണശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാൻ കുറച്ച് മടിയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് കൊടുക്കാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ബാർ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒന്നും ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം ഞാനൊരു 1/4 കപ്പ് അരി, പച്ചരിയാണ് ഞാൻ എടുത്തത് കേട്ടോ. പച്ചരി എന്ന് പറയുമ്പോൾ നല്ല തവിടുള്ള ടൈപ്പ്, നമ്മൾ പച്ചനെല്ല് കുത്തിയെടുക്കുന്ന അരിയില്ലേ, ആ ഒരു ടൈപ്പ് 1/4 കപ്പ് അരി എടുത്തു. ഇതെല്ലാന്നുണ്ടെങ്കിൽ മട്ട റൈസ് ആയാലും എടുക്കാം. അത് ഫൈബർ റിച്ച് ആയിട്ടുള്ള അരി എടുക്കാൻ നോക്കണം. അതുപോലെ തവിടുള്ള അരി എടുക്കാൻ നോക്കണമെന്ന് മാത്രം. അത് നന്നായിട്ട് വറുത്ത് ഞാനതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആ പാനിലേക്ക് തന്നെ 1 കപ്പ് ചെറിയ തേങ്ങയും കൂടെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ നല്ല ഗോൾഡൻ കളറായി വരുന്നത് വരെ ഒട്ടും കരിഞ്ഞു പോകാതെ വറുത്തെടുക്കുക. ഈ ഒരു പാകം ആകണം തേങ്ങ കേട്ടോ. തേങ്ങ തണുക്കുമ്പോൾ എല്ലാം നല്ല ഒരു ഗോൾഡൻ ഷെയ്ഡായി കിട്ടിക്കോളും. ഇത് നമുക്കങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് ആൽമണ്ട്, കാഷ്യൂ, പീനട്ട്, വാൾനട്ട്, അങ്ങനെ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്. ആ നട്ട്സൊക്കെ കൂടെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ബട്ടറിലോ നെയ്യിലോ റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ ബട്ടറാണ് എടുത്തത്. 1/4 കപ്പ് കറുത്ത എള്ള്, 1/4 കപ്പ് വെളുത്ത എള്ള്. എള്ള് ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒന്നാണ്. കുട്ടികൾക്കൊക്കെ കൊടുത്താൽ, കുട്ടികൾക്കല്ല മുതിർന്നവർക്കൊക്കെ കഴിക്കാൻ നല്ലതാട്ടോ. ബദാം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, അതിട്ടു. പിന്നെ നമ്മുടെ കാഷ്യൂ നട്ട് 1/2 കപ്പ് കാഷ്യൂ നട്ട്, 1/2 കപ്പ് വാൾനട്ട് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്ത് പൊടിച്ചെടുത്തു കേട്ടോ. പിന്നെ 1/2 കപ്പ് നിലക്കടല, നമ്മുടെ സാധാരണ കപ്പലണ്ടിയില്ലേ, അത് വറുത്ത കപ്പലണ്ടിയാണ്. വറുക്കാത്ത കപ്പലണ്ടിയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. നമ്മുടെ ഈ നട്ട്സിനൊക്കെ ആ ഒരു റോ സ്മെല്ല്, ഒരു പച്ചമണം മാറിയില്ലെന്നുണ്ടെങ്കിൽ അത് കഴിക്കുമ്പം കുട്ടികളൊന്നും അങ്ങനെ അധികം കഴിക്കില്ല കേട്ടോ. ഒരു ചുവയുണ്ടാകും. അതുകൊണ്ട് തന്നെ ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇത് വറുത്തെടുക്കാൻ നോക്കുക. നിങ്ങൾക്ക് ഒത്തിരി നട്ട്സ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ബൈ സെക്ഷനായിട്ട് ഇപ്പം ആൽമണ്ട് എല്ലാം വറുത്തെടുക്കുക. അത് കഴിഞ്ഞ് ബാക്കിയുള്ള നട്ട്സ് ഇനി വറുത്ത് മാറ്റാം. അങ്ങനെ വേണേലും ചെയ്യാം കേട്ടോ. ഇനി ശർക്കര ഒന്ന് മെൽറ്റാക്കി എടുക്കണം. ഞാനൊരു 600 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. കൂടുതൽ നട്ട്സ് എടുത്തത് കൊണ്ടാണ് ഇത്രയും ശർക്കര എടുക്കുന്നത്. അപ്പോൾ എത്ര ആണോ നമ്മൾ എടുക്കുന്ന നട്ട്സിൻ്റെ അളവ്, അതിനനുസരിച്ച് വേണം ശർക്കരയുടെ അളവ് എടുക്കാൻ. അതുപോലെ അതിൽ 250 ml വെള്ളം ചേർത്ത്, 1/2 കപ്പ് വെള്ളം ചേർത്താണ് ഞാൻ ഇത് മെൽറ്റാക്കി എടുക്കുന്നത് കേട്ടോ. ശർക്കര മെൽറ്റാക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കുറുക്കിയെടുക്കുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. അതുകൊണ്ട് കുറച്ച് മാത്രം വെള്ളം ചേർത്ത് ശർക്കര മെൽറ്റാക്കി അരിച്ച് എടുക്കാം നമുക്ക്. ശർക്കര ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ശർക്കര നന്നായിട്ട് കുറുകി ഈ ഒരു പാകം ആകുമ്പോൾ ഒരു ബൗളിലേക്ക് കുറച്ച് തണുത്ത വെള്ളം എടുക്കാം നമുക്ക്. എടുത്തിട്ട് ശർക്കര കുറച്ച് ഈ ഒരു ഉരുകിയ ശർക്കര ഒരു സ്പൂൺ വെച്ച് കോരി അതിലേക്ക് ഒഴിച്ച് എടുത്ത് നോക്കുമ്പോൾ അതായത് ഞാൻ ഇതുപോലെ എടുക്കുന്നുണ്ടോ, ശർക്കര എടുത്ത് ഇതുപോലെ തണുത്ത വെള്ളത്തിലേക്ക് ഒഴിക്കുമ്പോൾ കണ്ടോ അടിയിൽ പോയിട്ട് അതങ്ങ് സെറ്റാകുമ്പോൾ നമ്മൾ കൈ കൊണ്ട് എടുത്ത് നോക്കുക. എടുത്തിങ്ങനെ ഉരുട്ടി നോക്കുമ്പോൾ അതിങ്ങനെ ആദ്യം സോഫ്റ്റായിട്ടിരിക്കും, പിന്നെ നല്ല കട്ടിയായിട്ട് വരണം. അത് ശർക്കര പാകമായില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് നോക്കുമ്പോൾ കിളിങ്ങില്ല, ഒട്ടിപ്പിടിച്ചിരിക്കും. അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കാൻ പാടില്ല. ആ ഒരു പാകമാകുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള, റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സും കൂടെ ഈ ശർക്കരയിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അരിയില്ലേ, വറുത്ത അരി, അത് പൊടിച്ചെടുത്തതാണ് ചേർത്തത്. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ കൂടി ചേർത്ത് കൊടുത്തു. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കും. നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് ഉരുളകളാക്കി അങ്ങനെ വേണമെങ്കിൽ സൂക്ഷിക്കാം. അതല്ല ഈ ഒരു പാകത്തിന് തന്നെ തണുത്തതിന് ശേഷം പൊടിച്ച് പിന്നെ ടിന്നിലിട്ട് അടച്ച് സൂക്ഷിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ട്രേയിലേക്ക് ഇട്ടിട്ട് അത് സെറ്റാക്കി നമുക്ക് ബാർ രൂപത്തിലാക്കി എടുക്കില്ലേ, അതുപോലെ വേണമെങ്കിൽ ചെയ്യാം. തണുക്കുന്നതിന് മുമ്പ് തന്നെ കട്ട് മാർക്ക് ഇട്ട് വെച്ചാൽ നമുക്ക് ഇളക്കി എടുക്കാൻ എളുപ്പമായിരിക്കും.
കണ്ടോ എല്ലാം നമുക്ക് എന്നിട്ട് തണുത്തതിന് ശേഷം ഇതുപോലെ ഇളക്കിയെടുത്ത് സെർവ് ചെയ്യാം. ഇതൊന്നും ഒരു പീസും ഒരു ജ്യൂസ് അല്ലെങ്കിൽ പാലൊക്കെ കൂടെ തന്നെ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യത്തിനുള്ള എനർജിയും ബുദ്ധിയും ശക്തിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാം ബുദ്ധിശാലികളും ശക്തിശാലികളുമായി തീരട്ടെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.